പ്രവാസികൾക്കൊരു സന്തോഷ വാർത്ത. കഴിഞ്ഞ ഒരു ദശകമായി വിനോദസഞ്ചാരത്തിനായി വിദേശയാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിലും എത്രയോ ഇരട്ടിയാണ് വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാനായി പോകുന്ന ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണമെന്നതും ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണോ എന്തോ ഈ രംഗത്തേക്ക് ഇൻഷുറൻസ് കമ്പനികളുടെ കടന്നുവരവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ മുതൽ മുടക്ക് വേണ്ടി വരുന്ന, പലപ്പോഴും ആഴ്ചകൾ തന്നെ വേണ്ടിവരുന്ന യാത്രകൾക്ക് ഇൻഷുറൻസ് ഒരു പുതുമയല്ലാതായിരിക്കുന്നു. വിനോദസഞ്ചാര യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ റിസ്ക് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വാർത്തയിലേക്ക്. പൊതുവെ 3 തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികളാണ് ഈ വിഭാഗത്തിൽ നൽകി വരുന്നത്. അവയിൽ ഒന്നാണ് മെഡിക്കൽ ട്രാവൽ കവർ പോളിസി. ഇതാണ് ഈ വിഭാഗത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ളത്. യാത്രക്കിടയിലെ രോഗങ്ങൾ, അപകടം എന്നിവ അടക്കമുള്ളവർക്ക് സുരക്ഷ നൽകുന്നതാണ് ഈ ഇൻഷുറൻസ്. ഉദാഹരണത്തിന്, യൂറോപ്പ് സന്ദർശനത്തിനിടെയാണ് അപകടം അഥവാ രോഗം സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചികിത്സാ ചിലവ് പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. തികച്ചും വിദൂര സ്ഥലത്ത് നിന്നാണ് നിങ്ങളെ ചികിത്സയിൽ എത്തിക്കേണ്ടതെന്നാലും ആ ചെലവും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിന്റെ ഭാഗമാണ് ആക്സിഡന്റൽ ഡെത്ത് പോളിസിയും. പരിരക്ഷയുള്ള ആൾ യാത്രയിൽ മരിച്ചാൽ ഒരു നിശ്ചിത തുക അയാളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്ന സംവിധാനമാണ് ഇതെന്ന് അറിയിച്ചുകൊള്ളുന്നു. എന്നാൽ ഇതിൽ ഒരു മുഖ്യ ഘടകമെന്നത് പ്രായം പ്രധാന പരിഗണനാ ഘടകമാണ്. 3 വർഷം കഴിഞ്ഞ പോളിസിയിൽ ക്ലെയിം നിഷേധിക്കാനാകില്ല എന്നതാണ് ട്രിപ്പ് പ്രൊട്ടക്ഷൻ പോളിസി വ്യക്തമാക്കുന്നത്. രോഗമടക്കമുള്ള ഏതെങ്കിലും കാരണവശാലോ കുടുംബത്തിലുണ്ടാകുന്ന മറ്റേതെങ്കിലും ഒഴിവാക്കാനാകാത്ത കാരണം കൊണ്ടോ യാത്ര മാറ്റിവെക്കേണ്ടി വന്നാൽ ഈ വിഭാഗം പോളിസി പരിരക്ഷ നൽകുന്നതാണ്. എത്ര തുകയാണോ ഇതിന് ചെലവായത് അതും തിരികെ തരും എന്നതും ഓർത്തുകൊള്ളുക. ഇതോടൊപ്പം തന്നെ യാത്ര വൈകുന്നത് മൂലമുണ്ടാകുന്ന അധിക ചെലവിനും പരിരക്ഷ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മേൽപ്പറഞ്ഞ പോളിസിയുടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും പോയി മഞ്ഞു വീഴ്ചയോ മറ്റു കാലാവസ്ഥാ വ്യതിയാനമോ മൂലം ഫ്ലൈറ്റ് പിടിക്കാനാകാതെ വന്നാൽ അതിന്റെ നഷ്ടവും ഹോട്ടൽ മുറിയടക്കമുള്ള ചെലവുകളും ഇതിൽ പരിരക്ഷിക്കപ്പെടും എന്നത് ഇതിന്റെ മുഖ്യ ഘടകമാണ്. യാത്ര തടസ്സപ്പെടാനുള്ള പരിരക്ഷയിൽ ഇതാണ് ലഭിക്കുന്നത്. കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും അസുഖം വന്ന് യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ പിന്നെ ആ ചെലവും നിങ്ങൾക്ക് തന്നെ പോളിസി വഹിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് ഓർത്തുകൊള്ളുക, ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റെന്റൽ കാർ, അപകടം, സാധനങ്ങൾ നഷ്ടപ്പെടൽ എന്നീ വിഭാഗത്തിലുള്ളതാണ്. പോളിസി ഉടമകൾക്കുണ്ടാകുന്ന ഇത്തരം നഷ്ട സാധ്യതകളെയാണ് ഇത് പരിഗണിക്കുന്നത്. എന്നാൽ വിമാനത്തിനകത്തുണ്ടാകുന്ന മുറിവുകൾ ഈ പോളിസിയുടെ ഭാഗമല്ല എന്നും ഓർത്തുകൊള്ളുക. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശികൾക്കും, അതായത് നമ്മുടെ സ്വന്തം പ്രവാസികൾക്കും ഈ പോളിസി ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഈ വാർത്ത. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.